രചന, അവതരണം സുഗി സുരേഷ്. ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാനായിരിക്കും ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് കഴിയാതെ വന്നു കഴിഞ്ഞാൽ രണ്ടിലൊരാളെ മറക്കുക എന്നത് തന്നെയാണ് അവസാനത്തെ തീരുമാനം. ഒരുപക്ഷേ രക്തബന്ധത്തെ തള്ളിപ്പറയാൻ ചിലപ്പോൾ പ്രണയബന്ധം കൊണ്ട് സാധിക്കും, അല്ലേ? തുറന്നു കിടന്ന ജനാലയിൽ കൂടി മഴവെള്ളം അകത്തേക്ക് തെറിച്ചു. ഞാൻ പതുക്കെ ഓരോ ജനാലകളും അടച്ചു. വിവേകാണെങ്കിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. ഞാൻ ബെഡിലേക്ക് തിരികെ വന്ന് കിടന്നു. എന്തോ ഉറക്കം വരാത്ത പോലെ. രാത്രി മഴ പെയ്തു തുടങ്ങുമ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങാനായിരുന്നു കുഞ്ഞു പ്രായത്തിൽ എനിക്കിഷ്ടം. അതൊക്കെ എന്തോ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇനിയൊരിക്കലും അതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. കോളേജ് പഠനകാലത്തായിരുന്നു ഞാനും വിവേകുമായിട്ട് പ്രണയത്തിലാകുന്നതും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഒരു ജീവിതം തുടങ്ങുന്നതും. വീട്ടുകാരെ എതിർത്ത് കാമുകനൊപ്പം പോയവൾ. അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും എന്നെ സംബോധന ചെയ്തിരുന്നത്. പക്ഷേ വിവാഹം കഴിഞ്ഞൊരു പെണ്ണെന്നാൽ പറിച്ചു നട്ടൊരു തൈ മാത്രമാണ്. അതെല്ലാ മണ്ണിലും ഒരുപോലെ വളരണം എന്നത് സംഭവമല്ലാത്ത കാര്യവും. രാവിലത്തെ അലാറം അടിച്ചു. ഞാൻ എഴുന്നേറ്റു. വിവേകാണെങ്കിൽ നല്ല ഉറക്കവും. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണവുമുണ്ട്. അടുക്കളയിൽ കയറി രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിവേകിന് കഴിക്കാൻ കൊണ്ടുപോകാനുള്ള ലഞ്ചും ശരിയാക്കി വെച്ചു. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികൾ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. വിവേക് ഡ്യൂട്ടിക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുളിക്കാൻ കയറി. വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാത്തതുകൊണ്ട് തന്നെ പുതിയ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ നന്നേ പ്രയാസം തന്നെയായിരുന്നു. ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും. ഞാനെന്താ ഇങ്ങനെയായത്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്? അങ്ങനെ ഒന്നുമില്ലാത്ത ചിന്തകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് കയറി കയറി വരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്. അമ്മയ്ക്കും അച്ഛനും ഒറ്റ മകളായിരുന്നു ഞാൻ, ശരണ്യ. കുഞ്ഞു പ്രായം മുതലേ കുടുംബത്തിൽ 6 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ശരണ്യെ കണ്ടുപിടിക്കണം, ശരണ്യെ കണ്ടുപിടിക്കണം എന്നാണ് എല്ലാവരും പറയാറ്. എഴുതിയ പരീക്ഷകളിലെല്ലാം കുഞ്ഞുനാൾ മുതലേ ക്ലാസ് ടോപ്പർ, സ്കൂൾ ടോപ്പർ അതെല്ലാം എനിക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ എന്നിൽ തന്നെയായിരുന്നു. അവളെ ഒരു നാൾ ഈ ലോകം മുഴുവൻ അറിയും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും വരാൻ തുടങ്ങി. ജീവിതത്തിൽ ആരുമായില്ലെങ്കിലും ആരെയും ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നൊരാഗ്രഹം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പ്രധാനമായും എൻ്റെ അമ്മയെ. കാരണം അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. എൻ്റെ കാര്യത്തിൽ മറ്റാരിലും കാണാത്തൊരു ആത്മവിശ്വാസം ഞാൻ എൻ്റെ അമ്മയിൽ കണ്ടു. എൻ്റെ സ്കൂൾ ഫീസാണെങ്കിലും ട്യൂഷൻ ഫീസാണെങ്കിലും കൊടുക്കാനില്ലാത്ത സമയത്ത് പോലും കടം വാങ്ങിക്കൊണ്ടുവരുന്ന അമ്മയെ ഞാൻ കണ്ടു. കുട്ടിക്കാലം മുതലേ എനിക്കുള്ള ഒരേ ഒരു കാര്യമായിരുന്നു വാശി. എന്തിനോടെങ്കിലും ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടിയേ തീരൂ എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിലെ കുഞ്ഞ് പാവയ്ക്ക് വേണ്ടി പോലും ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. ശേഷം അമ്മയുടെ മടിത്തട്ടിലെ വിയർപ്പ് നനഞ്ഞ 10 രൂപ നോട്ടിൽ എൻ്റെ ചിരിയുടെ കണ്ണുനീർ വീഴുമ്പോൾ ആ ഒരു വാശി അവസാനിക്കും. സമയം മുന്നോട്ട് സഞ്ചരിച്ചു. അതിനൊപ്പം ഞാനും. പോയ കാലം അതിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം. കൗമാരത്തിൽ പെൺകുട്ടികൾക്ക് പ്രണയാഭ്യർത്ഥനകൾ കിട്ടുന്നത് അത് സ്വാഭാവികമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് ബാല്യത്തിൽ തന്നെയായിരുന്നു അതിൻ്റെ തുടക്കം. എല്ലാത്തിനോടും നോ പറയാൻ ഞാൻ അന്നു മുതലേ പഠിച്ചു. പക്ഷേ എൻ്റെ ജീവിതം കോളേജ് പഠനത്തിനോടടുത്ത സമയത്തായിരുന്നു വിവേക് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ആദ്യമൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ ഞാൻ അവനോട് നോ തന്നെ പറഞ്ഞു. പക്ഷേ സാഹചര്യങ്ങളും അവൻ എന്നോടുള്ള ഒരു ആത്മാർത്ഥതയും നോ എന്ന 2 അക്ഷരങ്ങളെ എസ് എന്ന മനോഹരമായ 3 അക്ഷരങ്ങളാക്കി അവൻ മാറ്റി. എൻ്റെ ജീവിതമെന്ന പാഠപുസ്തകത്തിൽ പ്രണയം എന്നൊരു അധ്യായത്തിന് അവിടെ നിന്ന് തുടക്കം കുറിച്ചു. എപ്പോഴോ തോന്നിയൊരു ആകർഷണം പിന്നീട് പ്രണയത്തിലേക്കും. കാലം അത് മറക്കാൻ പറ്റാത്തൊരു അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ അയാൾക്ക് വേണ്ടി ഒരു പുതിയൊരു ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാകും. അതായിരുന്നു എനിക്ക് വിവേക്. വീട്ടിൽ കല്യാണാലോചന സമയത്ത് തന്നെ ഞാൻ വിവേകിൻ്റെ കാര്യം അമ്മയോടും അച്ഛനോടും പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എതിർപ്പ് മുഴുവൻ ഒരു ഉപകാരമില്ലാത്ത അമ്മാവന്മാർക്ക് തന്നെയായിരുന്നു. നമ്മുടെ ജാതിയല്ലാത്ത ഒരാളെ തന്നെ നിനക്ക് വേണോ? അന്യജാതിപ്പെട്ട ഒരുത്തൻ നമ്മുടെ കുടുംബത്ത് വന്നു കയറാൻ ഞങ്ങൾ സമ്മതിക്കേയില്ല. ഏതോ കാലത്ത് ആരും ഉണ്ടാക്കി വെച്ചേക്കുന്ന ജാതിയും മതവും. അതിനുവേണ്ടി ഞാൻ എന്തിനാ എൻ്റെ ഇഷ്ടം വേണ്ടാന്ന് വെക്കുന്നത്? ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വിവേകിന് മാത്രമായിരിക്കും. അമ്മയോടും അച്ഛനോടും ഒറ്റ വാക്കി തന്നെ ഞാൻ പറഞ്ഞു നിർത്തി. പക്ഷേ അപ്പോഴേക്കും എൻ്റെ കല്യാണാലോചനകൾ അവർ തുടങ്ങിയിരുന്നു. മറ്റൊരാളുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിക്കുന്ന അവസരത്തിൽ ഞാൻ വിവേകിനൊപ്പം വീട് വിട്ടിറങ്ങി. ആ ഒരു ദിവസം തന്നെ ഞങ്ങൾ രണ്ടുപേരെയും അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു.
പോലീസുകാർ പല രീതിയിലും എന്നെ വീട്ടുകാർക്കൊപ്പം പറഞ്ഞുവിടാൻ നോക്കി. പക്ഷേ ഞാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിലും മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒറ്റ വാക്കിൽ ചോദ്യം അവസാനിപ്പിച്ചു. മോളെ, നിനക്ക് നിന്റെ വീട്ടുകാർക്കൊപ്പം പോണോ അതോ ഇവനൊപ്പം പോണോ? ഞാൻ വിവേകിന്റെ മുഖത്തോട്ടും അമ്മയുടെ അച്ഛൻ്റെ മുഖത്തോട്ടും മാറി മാറി നോക്കി. കുഞ്ഞു പ്രായത്തിൽ ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എന്നെ എടുത്ത് മടിവെച്ച് ഉമ്മ തരുന്ന അമ്മയുടെ മുഖത്തുള്ള അതേ ഭാവം തന്നെ ഞാൻ കണ്ടു. ഒരു നിമിഷം ഞാൻ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിവേകിൻ്റെ ഒപ്പം പോയാൽ മതി. അപ്പോഴേക്കും അമ്മ കണ്ണീരോടെ അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞു. പോട്ടെ സാറേ, അവൾ ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ പോട്ടെ, ഞങ്ങൾക്കിനി അവളെ വേണ്ട. വാടി, ഇറങ്ങാം, അവൾ മോളെ വളർത്തി വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛനും അമ്മാവന്മാരും കൂടി അമ്മയും കൂട്ടി പടിയിറങ്ങി. നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒരിറ്റ് കണ്ണീരോടെ ഞാനും വിവേകും പടിയിറങ്ങി. ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് 6 മാസം തികയാണ്. ഓരോ കാര്യങ്ങൾ മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാത്ത ഒരു നമ്പറിൽ നിന്നൊരു കോള് വന്നു. ഹലോ, വിവേകിൻ്റെ ഭാര്യയല്ലേ? നിങ്ങളുടെ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, ICUവിലാണ്. പെട്ടെന്ന് തന്നെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലേക്ക് വരണം. ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി. നിങ്ങൾ വിവേകിൻ്റെ ഭാര്യയല്ലേ? കൈക്കും കാലിനും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു മേജർ സർജറി അത്യാവശ്യമാണ്. ബില്ല് എൻ്റെ കയ്യിൽ തന്നിട്ട് അവർ പറഞ്ഞു, കൗണ്ടറിൽ ഇന്ന് തന്നെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സർജറി ചെയ്യാം. നോക്കിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും പൈസ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? ആകെ പരിചയമുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കി, പക്ഷേ അവരാരും പൈസ തന്നില്ല. ശേഷം വിവേകിൻ്റെ ബന്ധുക്കൾ, കസിൻസ്, എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ കെഞ്ചി ചോദിച്ചു. പക്ഷേ ആരും സഹായിച്ചില്ല. ഇനി വിളിക്കാനാണെങ്കിൽ ആരുമില്ല. എന്നും ഏതൊരാവശ്യത്തിന് വേണ്ടി മാത്രം വിളിച്ചിരുന്ന ഒരേ ഒരു നമ്പർ മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലെ ആദ്യ നമ്പർ, അമ്മ. പക്ഷേ ആ ഒരു നമ്പറിൽ വിളിക്കാനുള്ളൊരു കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഞാൻ അവിടെ തന്നെ ഇരുന്നു. മോളെ, എന്താ അവിടെ ഇരിക്കണേ? ശാരദ ചേച്ചി. അമ്മയുടെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരിയായിരുന്നു ശാരദ ചേച്ചി. എന്നെ കുഞ്ഞുനാൾ മുതലേ അമ്മയോളം ചേർത്ത് പിടിച്ചത് ശാരദ ചേച്ചിയായിരുന്നു. ചേച്ചി, വിവേകിനൊരു ആക്സിഡൻറ്റ് പറ്റി, ICUവിലാണ്. പെട്ടെന്ന് കുറച്ച് പൈസ അടയ്ക്കണം. ഞാൻ എന്താ ചെയ്യുക ചേച്ചി? മോളെ, ഞാനിപ്പോൾ വരാം. ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങി കൗണ്ടറിലേക്ക് നടന്നു. മുഴുവൻ പൈസയും അവർ തന്നെ പേ ചെയ്തു. ചേച്ചി, ഇത്രയും പൈസ ഇപ്പോൾ എവിടുന്ന്? അതൊന്നും നീ അറിയണ്ട, ഇപ്പം മോളുടെ ആവശ്യം നടക്കട്ടെ. ഞാൻ കരഞ്ഞുകൊണ്ട് ചേച്ചിയുടെ മുന്നിൽ നിന്ന് തൊഴുതു. അയ്യേ, എന്താ മോളെ കൊച്ചുകുട്ടികളെ പോലെ? എൻ്റെ വയറ്റിൽ പറഞ്ഞില്ലെങ്കിലും നീ എൻ്റെ മോള് തന്നെയല്ലേ? ശാരദ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീടുള്ള ഹോസ്പിറ്റലിലെ എല്ലാ കാര്യത്തിനും ചേച്ചി തന്നെ മുന്നിട്ട് നിന്നു. എല്ലാം കൂടെ നിന്ന് തന്നെ ചെയ്തു തന്നു. വിവേകിനെ വീട്ടിൽ കൊണ്ടാക്കുന്നത് വരെ. വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ ചിലവായ മുഴുവൻ പൈസയും വിവേക് എൻ്റെ കയ്യിൽ തന്നു. ഇത് നീ അവർക്ക് കൊടുക്കണം. ആപത്തിൽ സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. അവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് മാറ്റിവെച്ചതായിരിക്കും, നീ ഇത് അവർക്ക് കൊടുത്തേക്ക്. വിവേക് പറഞ്ഞതനുസരിച്ച് അന്നേ ദിവസം ഞാൻ ശാരദ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കയറിയതും ശാരദ ചേച്ചി, വാ മോളെ, കയറിയിരിക്കേ, വിവേകിനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേച്ചി, സുഖമായിട്ട് വരുന്നു. കുറച്ച് സമയത്തിന് ശേഷം വിവേക് തന്ന പൈസ ഞാൻ ശാരദ ചേച്ചി കൊടുത്തു. ഇതെന്താ മോളെ? ചേച്ചി, വിവേക് തന്നതാ, ചേച്ചി ഇത് വാങ്ങണം. ശാരദ ചേച്ചി കുറച്ച് സമയം ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. മോളെ, നിനക്ക് ഈ പൈസ തന്നത് ഞാനാ, പക്ഷേ അതെൻ്റെ കയ്യിൽ തന്നുവിട്ടത് നിൻ്റെ അമ്മയാണ്. വിവേകിന് ആക്സിഡൻ്റ് ആയ സമയത്ത് നിൻ്റെ അമ്മ എന്നെയും വിളിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. നിൻ്റെ അടുത്ത് വരാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചിട്ട് അവൾ മാറി നിന്നത്. നീ പോയ അന്ന് മുതൽ ആ പാവം നിന്നെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. നീ അവരെ അന്വേഷിച്ചില്ലെങ്കിലും അവർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എവിടെ പോയാലും എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കണം, ആ ഒരു ചിന്ത മാത്രമേ അവൾക്കുള്ളൂ. ചേച്ചി, നീ കരയൊന്നും വേണ്ട, അവൾക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ചേച്ചി, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. നിൻ്റെ അമ്മയല്ലേടി, നീ പോയിട്ട് വാ. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു. ആ ഒരു ഭയവും വിഷമവും എല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീട്ടിലെത്തി അമ്മയെന്ന് ഉറക്കം വിളിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പതുക്കെ അമ്മയെന്ന് വിളിച്ചു. അവിടെയും ഇവിടെയും എല്ലാം നോക്കി, പക്ഷെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കണ്ടതും അയലത്ത് വീട്ടിലെ ചേച്ചി, മോളെ, അവിടെ ആരുമില്ല, ദൂരെ ഏതോ അമ്പലത്തിൽ പോയേക്കുവാ, വരാൻ താമസിക്കും. അമ്മയെ കണ്ടിട്ട് ഇനി തിരിച്ചു പോകുന്നുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ ആ ഉമ്മറപ്പടിയിൽ തന്നെ ഇരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഏകാന്തത എന്നാൽ അമ്മയെന്ന് വിളിക്കുന്ന സമയത്ത് അവിടം ശൂന്യമാണെന്ന് അറിയുമ്പോഴാണ്.
കുട്ടിക്കാലം മുതലേ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാൻ ആദ്യം തിരയുന്ന അമ്മയാണ്. അമ്മയില്ല എന്നറിയുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ്. സന്ധ്യയോടടുത്തപ്പോൾ മുറ്റത്തൊരു വണ്ടി വന്നു നിന്നു. അമ്മയും അച്ഛനും ഇറങ്ങി വരുന്നു. ഞാൻ പതുക്കെ പടിയിൽ നിന്ന് എഴുന്നേറ്റു. അമ്മയെ കണ്ടതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെന്ന് അലറിക്കരഞ്ഞു. കൂടെ അമ്മയുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പോഴും അവൾ പൊട്ടിപ്പെണ്ണ് തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല. ഒരു പുഞ്ചിരിയോട് അമ്മ പറഞ്ഞു. വാ മോളെ, അകത്തേക്ക് വാ, എന്തെങ്കിലും കഴിക്കാം, അച്ഛൻ പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി ഭക്ഷണം ഓരോന്നോരോന്നായി വിളമ്പി. അമ്മ വാരിത്തരണം. ഞാൻ അമ്മയോട് കെഞ്ചി. ആഹാ, കല്യാണം കഴിഞ്ഞ പെണ്ണാണ്, ഇനി ഞാൻ വാരിത്തരണോ? കൊടുക്കടി, അവളുടെ ആഗ്രഹമല്ലേ, അച്ഛൻ പറഞ്ഞു. അമ്മ വാരിത്തരുമ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. രുചിയോടെ ആർത്തിയോടെ ഞാൻ മുഴുവനിരുന്ന് കഴിച്ചു. എന്തോ വല്ലാത്തൊരു സന്തോഷം, സമാധാനവും. സ്വർഗം കിട്ടിയ പോലെ ഒരു അനുഭവം. ഞാൻ അന്ന് വീട്ടിൽ തന്നെ നിന്നു. രാത്രിയായപ്പോൾ അമ്മ ഒരു പെട്ടിയെടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നു. ഇത് നിനക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചതാ. നീ നാളെ പോകുമ്പോൾ ഇത് കൊണ്ടുപോകണം. നിനക്കും അവനും എന്തേലും ബുദ്ധിമുട്ടുണ്ടായ അമ്മ അച്ഛനുണ്ട് കൂടെ. അമ്മേ, ഇതൊന്നും വേണ്ട അമ്മേ. ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അത് മാത്രമേ എനിക്ക് വേണ്ടൂ. ഞാൻ അമ്മയെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ചു. അമ്മ, ഇന്ന് എനിക്ക് അമ്മയുടെ കൂടെ കിടന്നാൽ മതി. അമ്മയുടെ കൂടെ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടക്കണം, ഞാൻ കെഞ്ചി കെഞ്ചി അമ്മയോട് പറഞ്ഞു. വാതിലടച്ച് അമ്മയും എൻ്റെ ഒപ്പം കയറി കിടന്നു. അന്നൊരു മഴ പെയ്തിരുന്നു. ആ ഒരു മഴയുടെ തണുപ്പിൽ അമ്മയെ ചേർത്ത് പിടിച്ച് ഞാൻ കിടന്നു. സ്വർഗം കിട്ടിയ നിമിഷം.